ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കുറേ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കമൻ്റായിട്ട് കണ്ടതാണ്, നമ്മുടെ SSC MTSന് വേണ്ടി നമുക്കൊരു സ്ട്രാറ്റജി ഇല്ല, ഒരു വീഡിയോയും അവൈലബിൾ അല്ല മലയാളത്തിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിന്ന് SSC MTSൻ്റെ സ്ട്രാറ്റജി എന്തൊക്കെ നിങ്ങൾ SSC MTS എന്ന് പറയുന്ന എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെയ്യണം, എന്തൊക്കെ ബുക്കാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഒറ്റ സിംഗിൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. വലിയ വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല. നമ്മുടെ ബാക്കി സ്ട്രാറ്റജി വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. SSCയുടെയും റെയിൽവേയുടെയൊക്കെ സ്ട്രാറ്റജി വീഡിയോ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്. അത് 1.5 മണിക്കൂറൊക്കെ ഉള്ള വലിയ സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ MTSന് വേണ്ടി മാത്രം, MTSന്റെ സിലബസിനെ മാത്രം വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാ 10th ലെവൽ എക്സാംസിനും, അത് SSCയുടെ ആയിക്കോട്ടെ റെയിൽവേയുടെ ആയിക്കോട്ടെ, 10th ലെവൽ എക്സാംസിനും യൂസ് ചെയ്യാം. അതുപോലെ GD എക്സാമിനും ഒക്കെ എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു സത്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ SSC MTS എന്ന് പറഞ്ഞാൽ 10th ക്ലാസ് യോഗ്യതയുള്ളവർ മാത്രമല്ല എഴുതുന്നത്. ഇവിടെ എഴുതുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രി ലെവൽ CGL എഴുതുന്ന ആൾക്കാരും എവിടെ എഴുതാനുണ്ട്, നമ്മുടെ SSC MTS എഴുതാനുണ്ട്. അപ്പോൾ ഈ ലെവൽ പ്രിപ്പയർ ചെയ്തിരുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയാണ് MTS മാത്രം നോക്കേണ്ടുന്ന ഒരാൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അല്ലാതെ എല്ലാ എക്സാമും എഴുതുന്നവരാണെങ്കിൽ CGL ലെവലിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ തന്നെ നിങ്ങളുടെ MTSന്റെ ബാക്കി പോർഷൻസും കാര്യങ്ങളും എല്ലാം എന്തായിക്കോളും, കവർ ആയിക്കോളും. അപ്പോൾ അതിന് ഏതൊക്കെ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അതൊക്കെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ SSC MTS മാത്രമായിട്ട് പഠിക്കുന്ന ഒരാൾ അത്രയധികം എഫേർട്ട് ഇടേണ്ടി വരും ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി. കാരണം നമ്മളുടെ ചിലപ്പോൾ MTSന്റെ എക്സാം CGLനേക്കാളും നല്ല ലെവൽ വന്നിട്ടുള്ള എക്സാംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാക്സിമം വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വേഗം നമുക്ക് ഇതിൻ്റെ സ്ട്രാറ്റജിയിലേക്ക് പോവാം. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് മാക്സിമം പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലെ ക്ലാസ്സുകൾ ഓരോന്നും, എല്ലാ ക്ലാസ്സുകളും ഷോർട്ട് വീഡിയോസ് ആയിക്കോട്ടെ, എല്ലാ ടൈപ്പ് ഓഫ് ക്ലാസ്സുകളും കാണുക. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, അത് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാഗ്നാമെന്റർ. യെസ്. അപ്പോൾ നമ്മുടെ SSC MTSന്റെ MTS 2025 ഡേറ്റ് ഇപ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് 26, അതായത് നോട്ടിഫിക്കേഷനിൽ ഓൾറെഡി ഒരു എക്സാം നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. 26 ജൂൺ 2025 അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നും, അതുപോലെ സെപ്റ്റംബർ ഒക്ടോബർ 2025 എക്സാം നടക്കുമെന്നും നമുക്ക് ഓൾറെഡി ഒരു കലണ്ടർ SSC പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ്, ഓക്കെ, ഏകദേശം 5 to 6 മാസം, 6 months നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തയ്യാറെടുക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ കുറച്ച് നാൾ പഠിച്ചവരായിക്കോട്ടെ, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് പോസ്റ്റ് വേക്കൻസി, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, എല്ലാത്തിനും സാലറി, അതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കുറേ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു ഓവറോൾ ആയിട്ട് ഒരു ഐഡിയ തരാം. ഇപ്പോൾ SSC MTS എന്ന് പറഞ്ഞാൽ 10 നിലവാരത്തിൽ 10th ക്ലാസ് കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാമാണ്. 10 പാസ്സായിരിക്കണം. അപ്പോൾ ഇവിടെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ മാക്സിമം കാര്യങ്ങൾ പറയുകയാണ്, ഒരുപാട് എഴുതുന്നൊന്നുമില്ല. ഇൻകം ടാക്സ് GSTയിലുണ്ട്, ഇലക്ഷൻ കമ്മീഷനിലുണ്ട്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലുണ്ട്, കൺട്രോൾ ആൻഡ് ഓഡിറ്റ് CAGയിലുണ്ട്, ലേബർ ബ്യൂറോ, അങ്ങനെ സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സിവിൽ ഏവിയേഷൻ, അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MTS ആയിട്ട് ജോലി കിട്ടുന്നതാണ്. ഈ MTS എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും പ്യൂണാണ്, അങ്ങനെയുള്ള നമ്മുടെ സിനിമകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള പ്യൂൺ ജോലി. അങ്ങനെയല്ല. നിങ്ങൾ ഒരു എക്സാം എഴുതി നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ജോലി വാങ്ങിയതാണ്. MTS എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓഫീസറിനെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ജോലിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫയൽ ക്രമീകരിച്ച് വെക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ വർക്കുകളായിരിക്കും കൂടുതലുള്ളത്. അല്ലാതെ നിങ്ങൾ ചായ വാങ്ങാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എങ്ങനെയാണോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്, MTS ജോലി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ, ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം കമ്പ്യൂട്ടറൊക്കെ അറിയുന്നവരാണ്. അപ്പോൾ കമ്പ്യൂട്ടറുടെ ജോലിയും ബാക്കി ഫയൽ മെയിൻ്റനൻസും അങ്ങനത്തെ കാര്യങ്ങളാണ്. അല്ലാതെ ചായ വാങ്ങലും തുടക്കലും ഒന്നും അല്ല, അതിനൊക്കെ വേറെ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റി വെക്കുക. MTS എന്ന് പറഞ്ഞാൽ ഓഫീസിനകത്ത് നല്ലൊരു റെസ്പെക്റ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ ആ ഒരു ജോലിയുടെ റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു വർക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് പറയാനുള്ള ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഏജ് ലിമിറ്റ്. ഞാൻ എന്താണ് SSC എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ചാനലിൽ പോയിട്ട് പോപ്പുലർ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് SSCയുടെ എന്താണ് SSC എന്ന് പറയുന്ന വീഡിയോ ഉണ്ട്. സ്ട്രാറ്റജി വീഡിയോസ് നിങ്ങൾക്ക് കാണാം കേട്ടോ, ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻലി 18 to 25 മെയിൻ പോസ്റ്റുകൾക്കെല്ലാം. ഇനി 27 വയസ്സ് വരെയുള്ള കുറച്ച് ജനറലിൻ്റെ കാര്യമാണ് പറയുന്നത്. ബാക്കി എല്ലാ OBCക്ക് 3 വർഷം റിസർവേഷൻ ഉണ്ട്, SC STക്ക് അങ്ങനെ 5 വർഷം അങ്ങനെ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ 27 വയസ്സ് വരെയാണ് മാക്സിമം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു എക്സാമേ ഉള്ളൂ, കമ്പ്യൂട്ടർ CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു എക്സാമേ ഉള്ളൂ. പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. ആർക്ക്? ഹവിൽദാർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. ഹവിൽദാർ
ഹവിൽദാർ നമ്മുടെ GST, അതുപോലെ കസ്റ്റംസ്, അതുപോലെ NCB ഇവിടെയൊക്കെയാണുള്ളത്. അപ്പോൾ ഹവിൽദാറിന് മാത്രമേ എന്തുള്ളൂ ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളൂ. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അത് ഗ്രൂപ്പ് C പോസ്റ്റ് ആണ്. ഇപ്പോൾ ടോട്ടൽ വേക്കൻസി ഏകദേശം 6000 വേക്കൻസി അടുപ്പിച്ച് വരും. ഇപ്പോൾ UR OBC EWSന് 100 രൂപയാണ് എക്സാം ഫീസ്. ഫീമെയിലിനൊന്നും ഫീസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ വർഷവും നടത്തുന്നതാണ്. അപ്പോൾ അതിൽ പേപ്പർ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റീവ്. ഞാൻ കുറേ കാര്യങ്ങൾ പറയുകയാണ് നിങ്ങളുടെ അറിവിലേക്കായിട്ട്. കുറച്ച് പേർക്ക് അറിയാവുന്നതായിരിക്കും. പേപ്പർ 1 ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്. അത് ഹവിൽദാറിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പാറ്റേൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഓൺലൈൻ പേപ്പറിലാണ്. അതിനകത്ത് 4 സബ്ജക്റ്റിലാണുള്ളത്. അപ്പോൾ അതിനകത്ത് റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, GK ഉണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ 90 ക്വസ്റ്റ്യൻസ് ആണ് എന്തുള്ളത്. ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ 90 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം ഉണ്ട്. അപ്പോൾ സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ഈ 90 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റിന് 3 മാർക്കാണ്. ഇപ്പോൾ പാറ്റേൺ മാറി 270 മാർക്കാണ് ടോട്ടൽ ഉള്ളത്. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എവിടെ? സെക്ഷൻ 2ൽ മാത്രം. അപ്പോൾ സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മുടെ ഇംഗ്ലീഷും GKയും ചേരുന്നതാണ് സെക്ഷൻ 2. ഇവിടെ മാത്രമേ എന്തുള്ളൂ? നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൂ. മാത്സ് റീസണിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്വാളിഫയിങ് ആക്കി കഴിഞ്ഞു MTSന്. അപ്പോൾ മാത്സ് റീസണിംഗ് നിങ്ങൾ ആ ഒരു CGL പഠിക്കുന്നവരാണെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ നിങ്ങൾ MTS മാത്രം പഠിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് നോക്കി പോയാൽ മതി. അപ്പോൾ അതിൻ്റെ കാര്യം എങ്ങനെ നോക്കണ്ടെന്ന് പറയാം. ഫുൾ മാർക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അതിലെ കട്ട് ഓഫിന് എന്ത് ചെയ്തില്ല, പരിഗണിക്കുന്നില്ല ആസ് ഓഫ് നൗ. അപ്പോൾ ഇനി സെക്ഷൻ 1ൽ വരുന്നതാണ് നമ്മുടെ മാത്സ് അരിത്തമെറ്റിക് മാത്സ് മാത്രമേ ഉള്ളൂ. മാത്സും ഇംഗ്ലീഷ്, മാത്സും റീസണിങ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അടുത്ത സെക്ഷൻ 2ൽ വരുന്നതാണ്. ഇവിടെയാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 2ൽ വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷും അതേപോലെ GK. ഓക്കെ, ഇപ്പോൾ ന്യൂമറിക്കൽ എബിലിറ്റി മാത്സ് 20 ക്വസ്റ്റ്യൻ ഉണ്ട്, റീസണിങ് 20 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ടോട്ടൽ 60 മാർക്ക്, 60 വെച്ച് 120 മാർക്കാണ് ടോട്ടൽ ഉള്ളത്. ഒരു ക്വസ്റ്റിന് 3 മാർക്കാണ്, 120 മാർക്കാണുള്ളത്. നെഗറ്റീവ് മാർക്കില്ല. ഇംഗ്ലീഷും GKയും 25 ക്വസ്റ്റ്യൻ വെച്ച് ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ്. എത്ര മാർക്കാണ്? 150 മാർക്കാണ്. ഈ 150ലാണ് നമ്മളുടെ സെലക്ഷൻ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് GKക്ക് 75 മാർക്ക്, GK 75 മാർക്ക്, ഇംഗ്ലീഷും 75 മാർക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹവിൽദാർ പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹവിൽദാറിന് അപ്ലൈ ചെയ്യൊരു മാത്രം എന്ത് ചെയ്യണം? ഈ ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ കമ്പ്യൂട്ടർ എക്സാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതിന് പോകണം. ഓക്കെ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നമ്മുടെ ഹവിൽദാറിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് യൂണിഫോം പോസ്റ്റാണ്. അതിൽ മെയിലിന് നമുക്ക് വാക്കിംഗ് ഉണ്ട് 1600 മീറ്റർ 15 മിനിറ്റിൽ. അതൊക്കെ നോട്ടിഫിക്കേഷനിൽ വരും. ഫീമെയിൽ ആകുമ്പോൾ 1 കിലോമീറ്റർ 20 മിനിറ്റിൽ നടന്നാൽ മതി. എന്താ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഹൈറ്റിൻ്റെ കാര്യം അറിയാം. 157 സെൻറ്റിമീറ്റർ ആണ് മെയിലിന്. ചെസ്റ്റ് 81 വേണം. മറ്റേ ഫീമെയിൽ ആകുമ്പോൾ 152 ഹൈറ്റ് വേണം. വെയിറ്റ് 48 കിലോ വേണം. ജസ്റ്റ് ജനറൽ ഇൻഫർമേഷൻ ആണ്. പിന്നെ സാലറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബേസിക് പേ എത്രയാണ്? 18000 ആണ്. അപ്പോൾ അടുത്ത വർഷം പേ കമ്മീഷൻ വരുമെന്നാണ് പറയുന്നത്. അത് 18000 നിന്ന് നേരെ ഇതിൻ്റെ ഫിറ്റ്മെന്റ് ഫാക്ടർ 2 ചിലപ്പോൾ ഡബിൾ ആവാം, ചിലപ്പം 27000 ആവാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം 35K അടുപ്പിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും? സാലറി ഉള്ള പോസ്റ്റാണ്. അത് കൂടിക്കൊണ്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഇനി മാത്സിൻ്റെ സിലബസ് കംപ്ലീറ്റ് എന്താണ് അത് ഞാൻ ഇവിടെ തന്നെ പറയാം. ഞാൻ ഇനി ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. മാത്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും മാത്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജസ്റ്റ് 20 ക്വസ്റ്റിനേ ഉള്ളൂ. അപ്പോൾ അതിൽ ക്വാളിഫയിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 30%, 120 30% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 മാർക്കാണ്. 36 മാർക്കാണ് നമ്മുടെ URന് വേണ്ടത്. അപ്പോൾ 36 മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ക്വസ്റ്റ്യൻ. അതായത് 40 ക്വസ്റ്റ്യനിൽ 12 ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ മതി. അപ്പോൾ പോട്ടെ, നിങ്ങളൊരു 20 ക്വസ്റ്റ്യൻ ശരിയാക്കുക. 40ൽ 20 ക്വസ്റ്റ്യൻ ശരിയാക്കുക. മാത്സിൽ ഒരു 15 അല്ലെങ്കിൽ 10, റീസണിങ്ങിൽ 5 or 10 നിങ്ങൾക്ക് റീസണിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ 20 ക്വസ്റ്റ്യൻ ടാർഗറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, CGL പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ എനിക്ക് വേറെ സെപ്പറേറ്റ് പ്രിപ്പറേഷൻ വേണ്ട, പ്രീവിയസ് മാത്രം ചെയ്താൽ മതി. അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. മാത്സ് റീസണിങ്. അപ്പോൾ മാത്സിന് നമുക്ക് അരിത്തമെറ്റിക് മാത്സിൻ്റെ സിലബസ് മാത്രമേ ഉള്ളൂ. അരിത്തമെറ്റിക് മാത്സിൻ്റെ ബുക്കുകളും പറഞ്ഞുതരാം. അരിത്തമെറ്റിക് മാത്രം മതി. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് കാര്യം നിങ്ങൾ ഈ ചാനലിലുള്ള സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ സ്പീഡിൻ്റെ വീഡിയോ കാണുക. അത് ഡെയിലി എഴുതുക. കാൽക്കുലേഷൻ സ്പീഡ് ഇത് നിങ്ങളുടെ മാത്സിൻ്റെ സ്പീഡ് കൂട്ടും. നിങ്ങൾക്ക് മാത്സിൻ്റെയും അതുപോലെ റീസണിങ്ങിൻ്റെ ഒരു 5 ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ യൂട്യൂബ് എടുക്കുക, SSC GD ഇങ്ങനെ സെർച്ച് ചെയ്യുക. SSC GD 2022 ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക. നമ്മുടെ മലയാളത്തിലെ ചാനലാണ്. ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക. ഓക്കെ, സെർച്ച് ചെയ്യുക. അപ്പോൾ എന്നിട്ട് SSC GD 2022 അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിൽ ഒരു മാത്സിൻ്റെ കുറച്ച് ക്ലാസ് ഉണ്ട്. ആ മാത്സിൻ്റെ ക്ലാസ് എല്ലാ അരിത്തമെറ്റിക്കാണ്. ആ അരിത്തമെറ്റിക്കിൻ്റെ ക്ലാസ് മാത്രം കാണുക. വേറെ എവിടെയും പോയി നിങ്ങൾ ക്ലാസ് കാണണ്ട. അരിത്തമെറ്റിക്കിൻ്റെ ക്ലാസ് ഉണ്ട്, ഒരു 17 ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് മാത്രം കാണുക. ആ ക്ലാസ് നമ്പർ തുടങ്ങി സ്ക്വയർ റൂട്ട് തുടങ്ങുന്ന
സ്ക്വയർ റൂട്ടും തുടങ്ങുന്ന ആ ഒരു ക്ലാസ് മാത്രം കാണുക, വേറെ ക്ലാസ് ഒന്നും നിങ്ങൾ കാണണ്ട, ബാക്കി പ്രാക്ടീസ് മാത്രം മതി. ഇപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ സ്പീഡിൻ്റെ ക്ലാസ്സും ഇതും വേറെ ഒന്നും ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അത് മാത്രം ചെയ്യും. സിലബസിനകത്ത് ബാക്കി നമ്മുടെ അരിത്തമെറ്റിക് മാത്സിൻ്റെ എല്ലാ സിലബസും ഉണ്ട്. റീസണിങ് കുറച്ച് വലുതായിട്ട് അവന്മാർ വലിച്ചു വാരി സിലബസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ റീസണിങ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ഞാനൊരു ബുക്ക് പറഞ്ഞുതരാം, ആ ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിൽ ഡൗട്ട് വരുന്ന ടോപ്പിക്ക് എന്ത് ചെയ്യുക, യൂട്യൂബിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാണാം, അല്ലെങ്കിൽ ഈ ചാനലിൽ നിന്ന് തന്നെ കാണാം, നിങ്ങൾക്ക് റീസണിങ്ങിൻ്റെ കാണാം. റീസണിങ് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ ഇമ്പോർട്ടൻസ് അല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ഇംഗ്ലീഷ്. ഞാൻ അധികം നിങ്ങൾ എൻ്റെ മറ്റേ സ്ട്രാറ്റജി കണ്ടാൽ അറിയാം, SSCയുടെ കംപ്ലീറ്റ് സ്ട്രാറ്റജി, എല്ലാ എക്സാമിനുള്ള സ്ട്രാറ്റജി കണ്ടാൽ അറിയാം. അതിനകത്ത് ഞാൻ ഓരോന്നിനും അത്ര ഡീപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ അത്ര ഡീപ്പായിട്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്യേണ്ട, അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്തായിക്കോളും, സെറ്റ് ആയിക്കോളും. ഇതിനകത്ത് ഞാൻ പറയുന്ന ബുക്ക് മാത്രം മേടിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ CG ഇംഗ്ലീഷിനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇംഗ്ലീഷിനകത്ത് ഉള്ളത് എന്താണ്, റീഡിംഗ് ഉണ്ട്, റീഡിംഗ് കോമ്പ്രഹെൻഷൻ, അതുപോലെ ഗ്രാമർ ഉണ്ട്, അതുപോലെ വൊക്കാബുലറി. ഇത് മൂന്നും നിങ്ങൾ സ്ട്രോങ് ആക്കിയെങ്കിലേ പറ്റും വൊക്കാബുലറി. അപ്പോൾ അതിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ മറ്റേ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് നിങ്ങൾ ഓൾറെഡി അതിനകത്തെല്ലാം കവർ ചെയ്യുന്നതാണ്. അപ്പോൾ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 15 മിനിറ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ബുക്ക്, അപ്പോൾ ഞാൻ പേപ്പർ വായിക്കാൻ പറയുന്നില്ല, ഏതെങ്കിലും ഇംഗ്ലീഷുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗ്രാമറിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓക്കെ, നിങ്ങൾ ക്ലാസ്സുകളിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ അതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഹിന്ദി മനസ്സിലാവുന്നവർക്ക് അത് ചെയ്യാം. അപ്പോൾ ഗ്രാമറിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നീതു സിംഗിൻ്റെ, ഞാൻ കാണിച്ചു തരാം, നീതു സിംഗിൻ്റെ ഒരു ബുക്കുണ്ട്, നീതു സിംഗ് വോളിയം 1 ഗ്രാമറാണ്. അപ്പോൾ അതിനകത്ത് തന്നെ വൊക്കാബുലറി ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു ദിവസം ഒരു 30 മിനിറ്റ് എന്ത് ചെയ്യുക, വായിക്കുക, 30 മിനിറ്റ് വായിച്ച് എന്ത് ചെയ്യുക, ഗ്രാമർ പോർഷൻസ് കംപ്ലീറ്റ് ആക്കുക. വൊക്കാബുലറിക്ക് നിങ്ങൾ ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞ ബുക്കുണ്ട്, അല്ലെങ്കിൽ ഈ നീതു സിംഗ് വോളിയം 1 തന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് ബുക്ക് വാങ്ങാൻ പറ്റുന്നില്ല, ബ്ലാക്ക് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന് പറഞ്ഞ ബുക്കുണ്ട്. അതിൽ നിന്ന് എല്ലാ നമുക്ക് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇഡിയം ആൻഡ് ഫ്രേസ് ഉണ്ട്, സിനോണിയം ഉണ്ട്, അന്റോണിയം ഉണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം എന്ത് ചെയ്യാം, ഒരു 10 വെച്ച് 10 അല്ലെങ്കിൽ 15 നിങ്ങളുടെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസം കാണാതെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ഇത് റീഡിംഗ് ആയി, ഗ്രാമറിന് വായിച്ചു, വൊക്കാബുലറി വായിച്ചു, അതിൻ്റെ കൂടെ മസ്റ്റാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പ്രീവിയസ് ബുക്ക് ഉണ്ട്, അത് ഞാൻ പറയാം. അതിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ബുക്കുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം, അതും ചെയ്യണം. അത് ഒരു ദിവസം ഒരു സെറ്റ് വെച്ചോ, അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻ വെച്ചോ 50 ക്വസ്റ്റ്യൻ വെച്ചോ, നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്താൽ അത്രയും നല്ലത്, അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിനകത്ത് MTSൻ്റെ സെക്ഷണൽ ടെസ്റ്റ് ഉണ്ട്, അതിനകത്ത് സെക്ഷണൽ ടെസ്റ്റുകളും ചാപ്റ്റർ ടെസ്റ്റുകളും എല്ലാം ഉണ്ട്. പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അതെല്ലാം എടുത്ത് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷനാണ് കേട്ടോ, പ്ലേ സ്റ്റോറിൽ കയറി ടെക്സ്റ്റ് ബുക്ക് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു വർഷത്തേക്കുള്ള പാസ് പ്രോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വൊക്കാബുലറി ആയിക്കോട്ടെ, ഗ്രാമർ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നോ അത്രയും നിങ്ങൾ എന്താവും, ബെറ്റർ ആവും. അപ്പോൾ ബുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും ചെയ്തിരിക്കണം. യെസ്, ഇനി GK വരുന്ന സമയത്ത് എല്ലാവർക്കും പാടുള്ളൊരു സംഭവമാണ് GK ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ GKയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്, ഇപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, സയൻസ് എല്ലാം വരും, പോളിറ്റി, ഹിസ്റ്ററി എല്ലാം നമുക്ക് എന്ത് വരും, GKയിൽ വരും. ഇപ്പോൾ GKക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റ് നമ്മൾ പറഞ്ഞു, ഒരു ദിവസം നിങ്ങളൊരു 5 വെച്ചെങ്കിലും, 15 ഞാൻ മാക്സിമം പറഞ്ഞാണ്, 5 വെച്ചെങ്കിലും എന്ത് ചെയ്യുക, 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയം. ഇപ്പോൾ ഗ്രാമറിൻ്റെ ഒരു പകുതി ചാപ്റ്ററെങ്കിലും ഒരു ദിവസം വായിക്കുക, അല്ലെങ്കിൽ 30 മിനിറ്റ് പറ്റുന്ന അത്രയും ചെയ്യുക, മിനിമം 30 മിനിറ്റ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, MCQs പ്രാക്ടീസ് ചെയ്യുക, MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി GKക്ക് അല്ലെങ്കിൽ GKക്ക് സെപ്പറേറ്റ് പറയാം. അപ്പോൾ GKക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഉണ്ടല്ലോ, കറണ്ട് അഫയേഴ്സ് ഞാൻ പറയുന്നത് നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കരുത്, ഒരുപാട് ചെയ്യുന്ന മണ്ടത്തരമാണ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇരുന്ന് പഠിക്കും വേണ്ട. നിങ്ങൾ എക്സാമിന് ഒരു മാസം മുമ്പേ നിങ്ങൾക്ക് പല ചാനൽസ് കിട്ടും. ഞാൻ പറഞ്ഞു ഇൻഡലോഗസ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ഞാൻ പണ്ട് പറഞ്ഞ ചാനലാണ്. അതുപോലെ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന ചാനൽ എടുക്കുക. അതിൽ വൺ മന്തിന് മുന്നേ മന്ത്ലി കറണ്ട് അഫയേഴ്സ് കിട്ടും. അല്ലെങ്കിൽ സ്പീഡി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, സ്പീഡി കറണ്ട് അഫയേഴ്സ്. അപ്പോൾ എക്സാമിന് ആ ഒരു മാസം മുന്നേ നിങ്ങൾ അത് വാങ്ങിയിട്ട് ഒരു വർഷം മുന്നുള്ള അല്ലെങ്കിൽ ആ ബുക്കിലുള്ള കാര്യങ്ങൾ മൊത്തം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കറണ്ട് അഫയേഴ്സിൻ്റെ കിട്ടും. നമുക്കൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് അങ്ങനെ കിട്ടും. ഇനി നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത്, GK പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണമെന്ന് പറയാം. സയൻസ് ഒരു 45 മിനിറ്റ് വെച്ച് ഒരു 3 ഡേയ്സിൽ, എവറി 3 ഡേയ്സിൽ പഠിക്കാം. നിങ്ങൾ മറ്റേ രീതിയിൽ പെർമാറിൻ്റെ ക്ലാസ് എടുത്ത് പഠിക്കുവാണെങ്കിൽ പിന്നെ അത് മതി. ഏതാ പെർമാറിന് ഞാൻ ആ ഒരു സ്ട്രാറ്റജി, SC കംപ്ലീറ്റ് സ്ട്രാറ്റജി പറഞ്ഞ് അത് പഠിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് മതി. ഇത് മാത്രം MTS മാത്രം പഠിക്കുന്നവർ 45 മിനിറ്റ് ഇത് പഠിക്കാം. പിന്നെ പോളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു 45 മിനിറ്റ് പഠിക്കാം, 3 ഓരോ ദിവസം ഗ്യാപ്പ് വെച്ച്. പിന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാം, സ്ട്രാറ്റജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജിക്ക് ഡെയിലി പഠിച്ചോ, സ്ട്രാറ്റജിക്ക്
പഠിച്ച സോഴ്സ് ഞാൻ പറഞ്ഞുതരാം 30 മിനിറ്റ്. സ്ട്രാറ്റജിക്ക് നിങ്ങൾക്ക് ദിശ അക്കാഡമിയിലെ ആ ഒരു ക്ലാസ്സുകൾ കാണാവുന്നതാണ്. സ്ട്രാറ്റജിക്ക് നല്ല ക്ലാസ്സാണ്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ബുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞ 2025 MTSൻ്റെ എല്ലാ ഷിഫ്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് ആണ്. ഇപ്പോൾ ഞാൻ നിങ്ങളത് ഒരു കാര്യം പറയാം, നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ബുക്കിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള 5850 ക്വസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ക്വസ്റ്റിന് നമ്മൾ ചെയ്യാൻ പോവാണ് ഓരോന്നും. ഇപ്പോൾ റീസണിങ് ഞാൻ അവിടെ പെൻഡിങ് വെച്ചേക്കുവാണ്. റീസണിങ് നമുക്ക് സമയം പോലെ ചെയ്യാം. മാത്സും ഇംഗ്ലീഷ് GK നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഇത് വാങ്ങി ഇത് എന്ത് ചെയ്യാം, ഡെയിലി ചെയ്യാവുന്നതാണ്. ചാപ്റ്റർ വൈസ് ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്യാം, 2 വട്ടം കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുന്നത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് MTS മാത്രം പഠിക്കുന്നവർ, ഞാൻ MTS മാത്രം പഠിക്കുന്നവരെ എന്ന് ഉദ്ദേശിച്ചത് അവരിത് മാത്രം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഓരോന്നിൻ്റെ GKയുടെയും ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്കും വാങ്ങി എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, മാത്സിന് നിങ്ങൾ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി കേട്ടോ. പറഞ്ഞ ക്ലാസ് കണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി. റീസണിങ് നിങ്ങൾ ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുക, ഡൗട്ട് ഉള്ളത് ആ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യാം. ഇംഗ്ലീഷിന് നിങ്ങൾ പറഞ്ഞ ഇത്രയും ചെയ്യണം, ഗ്രാമർ, റീഡിങ്, വൊക്കാബുലറി, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഇതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. GK അതുപോലെ തന്നെ നിങ്ങൾ തിയറി GK എങ്ങനെ പഠിക്കുമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് പറയുന്നത്. ഓൾറെഡി നിങ്ങൾ മറ്റേ ഒരു സ്ട്രാറ്റജി കണ്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഫസ്റ്റ് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കോറിലേറ്റ് ചെയ്യുക. GK നിങ്ങൾക്ക് പർമാർ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, പർമാർ SSC. അപ്പോൾ അത് MTSന് വേണ്ടി മാത്രം നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് പഠിക്കണമെന്ന് വെച്ചാൽ പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം നിങ്ങൾ 25 ക്വസ്റ്റിനകത്ത് 75 മാർക്ക് GK ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പർമാർ SSC എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ നിങ്ങൾ കോഴ്സ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ അവരുടെ യൂട്യൂബ് ചാനലുണ്ട്, അവരുടെ ഒരു PDF കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾ എടുത്ത് അതിന് പഠിക്കാവുന്നതാണ്. പർമാർ SSC ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി വേറെ ബുക്കൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ പ്രീവിയസ് കൂടെ ചെയ്താൽ മതി. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്ക് വാങ്ങി ചെയ്യണം. ബുക്ക് വാങ്ങി ചെയ്യുമ്പോൾ ലൂസൻ്റ് വായിച്ചാലുള്ള പ്രശ്നം, ലൂസൻ്റ് കുറച്ച് നമുക്ക് വായിച്ചെടുക്കാൻ പാടാണ്. ലൂസൻ്റ് വായിച്ചാൽ അത് എത്രത്തോളം തല നിൽക്കും എന്നുള്ള കാര്യം വളരെ പാടാണ്. അപ്പോൾ ഞാൻ ക്ലാസ് സജസ്റ്റ് ചെയ്യുന്നത് പർമാറിൻ്റെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ പെയ്ഡ് കോഴ്സ് എടുത്താൽ എത്രയും നല്ലതാണ്. പിന്നെ ഹിന്ദി മനസ്സിലാവാത്തൊരു ബുക്ക് തന്നെ വായിക്കുക. അപ്പോൾ അതിന് ഒന്നുകിൽ ലൂസൻ്റ് അല്ലെങ്കിൽ മനോഹർ പാണ്ഡെയുടെ GK ബുക്കുണ്ട്, അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതിൽ പ്രീവിയസ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ പിനാക്കിളിൽ തന്നെ തിയറി ബുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ സ്ട്രാറ്റജി വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിയറി കംപ്ലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ GK മോട്ടീവ് അങ്ങനെ എന്തോ ഒരു ചാനലുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇത് മതി, പർമാർ SSC എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ ബുക്കുകളൊന്ന് നോക്കിക്കോളുക. ഇത് നമ്മുടെ നീതു സിംഗിൻ്റെ വോളിയം 1 ആണ്. ഓക്കെ. അപ്പോൾ ഇനി GK കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുകൊണ്ട് GKയുടെ കാര്യം പറയാം. GKയിൽ നമുക്ക് സ്ട്രാറ്റജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് വൈസ് ഞാൻ പറയാം. സ്ട്രാറ്റജിക്ക് അടുത്ത ഹിസ്റ്ററി, അടുത്ത ജോഗ്രഫി, അടുത്ത കറണ്ട് അഫയേഴ്സ്, അടുത്ത സയൻസ്, അടുത്ത പോളിറ്റി, അടുത്ത എക്കണോമിക്സ്. ഓക്കെ, ഈ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സ്ട്രാറ്റജിക്കയിൽ നിങ്ങൾ സെൻസസ് 2011, ആർട്ട് ആൻഡ് കൾച്ചർ, 5-year പ്ലാൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5-year പ്ലാൻ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നിങ്ങൾ നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് സ്ട്രാറ്റജിക്ക് ഒരുപാട് സ്ഥലത്ത് കിടന്ന് കറങ്ങരുത്. ഒരുപാട് സ്ഥലത്ത് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്തായി പോകും, പെട്ടുപോകത്തേ ഉള്ളൂ. ഒരു ഫിക്സ്ഡ് ടൈം കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം എന്തായാലും സമയം ചെയ്യുക. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് മാത്രം സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ട്രാറ്റജിക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ക്ലാസ്സുകൾ കാണും. ഓക്കെ, ഹിസ്റ്ററിയിൽ മോഡേൺ ഹിസ്റ്ററി, ആദ്യം മോഡേൺ ഹിസ്റ്ററിയാണ് പഠിക്കേണ്ടത്. മോഡേൺ ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പല സ്ഥലത്തു നിന്ന് കിട്ടിയ ഡേറ്റ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് പറയുന്ന ആൻഷ്യൻ്റ് ഹിസ്റ്ററി, പിന്നെ മെഡീവൽ ഹിസ്റ്ററി, അത് ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക. പിന്നെ സ്ട്രാറ്റജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പോളിറ്റി സ്ട്രാറ്റജിക്ക് എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പോളിറ്റിയും ചോദിച്ചിട്ടുണ്ട്. പോളിറ്റിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. ഒരുപാടൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് തീർക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ നിൽക്കേണ്ട, ഓരോ ദിവസവും കംപ്ലീറ്റ് ആയി എല്ലാ സബ്ജക്റ്റും പഠിച്ചു പോകും കേട്ടോ. ഒരു ചാപ്റ്റർ തീർത്തിട്ട് അടുത്ത അങ്ങനെ ഫുള്ളായിട്ട് പഠിക്കുക പറഞ്ഞാൽ പിന്നെ നിങ്ങളത് മറന്നു പോകും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തു പോവാം കേട്ടോ. വൊക്കാബുലറി, ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞു. വൊക്കാബുലറി, ഗ്രാമർ, റീഡിംഗ് ആണ്. റീസണിങ്, വെർബൽ റീസണിങ്ങും മറ്റേ നോൺ വെർബൽ. മാത്സിൻ്റെ കാര്യം നിങ്ങൾ അത് മാത്സ് പഠിക്കുന്നതിൻ്റെ കൂടെ റീസണിങ്ങിൻ്റെ പ്രീവിയസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ആയിക്കോളും. മാത്സിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യവും പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ GKയും ഇംഗ്ലീഷുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ URന് 12 ക്വസ്റ്റ്യൻ ശരിയാക്കണമെന്ന് പറയുന്നത്, പക്ഷേ അതിൽ കൂടുതൽ വേണ്ടി വരും കേട്ടോ. GKയും നമ്മുടെ മാത്സും റീസണിങ്ങും. ഓക്കെ, അപ്പോൾ സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് സെക്ഷണൽ ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷൻ എടുത്തിട്ട് സെക്ഷണൽ ടെസ്റ്റുകൾ മസ്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ.
ടെക്സ്റ്റ് ബുക്ക് അത് വളരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ടെക്സ്റ്റ് ബുക്ക് എസ്പെഷ്യലി ജി കെക്കും ഇംഗ്ലീഷ് സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ആദ്യം ലേറ്റസ്റ്റ് പാറ്റേണിൽ നിന്നും ബാക്കിലോട്ട് പോകും കേട്ടോ. CGL 2023 അങ്ങനെ CGL എല്ലാം ചെയ്യാം. ഇപ്പം പ്രയോറിറ്റി കൊടുക്കേണ്ട ഏതിനാണ്? സ്ട്രാറ്റജിക്കാണ്. ഓക്കെ, ബുക്കുകളാണ് പ്രശ്നം. നിങ്ങൾ ലൂസൻറ്റ് വായിക്കാൻ ഞാൻ പറയുന്നില്ല. ഒന്നെങ്കിൽ പർമാർ എന്ന് പറയുന്ന അവരുടെ PDF കിട്ടും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പർമാറിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അത് വായിച്ച് പഠിക്കാം. പിന്നെ ക്ലാസ്സിൽ ഓരോ ടോപ്പിക്ക് നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ പെയ്ഡ് ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ GK പഠിക്കാം. ഒരുപാട് നിങ്ങൾ എന്ത് ചെയ്യരുത്, സമയം വേസ്റ്റ് ചെയ്യരുത്. എല്ലാ ദിവസവും ഈ പറഞ്ഞ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്, ഇപ്പോൾ ഗ്രാമറിൻ്റെ കോമൺ എറേഴ്സ് അതൊക്കെ നിങ്ങളുടെ ഇവിടെ ഉണ്ട്. പ്രീവിയസ് ഇയർ ബുക്കിൽ കിട്ടും. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഞാൻ കാണിച്ച ബുക്കുകളിൽ കിട്ടും. അതുപോലെ നമ്മുടെ നീതു മാഡത്തിൻ്റെ ബുക്കിലും കിട്ടും. വൊക്കാബുലറി ബേസ് നോക്കുക. യെസ്, ഓക്കെ. അപ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബുക്കിൻ്റെ കാര്യം പറഞ്ഞു. യെസ്, നീതു സിംഗിൻ്റെ പറഞ്ഞു. പിന്നെ സ്പീഡി കറണ്ട് അഫയേഴ്സ് നല്ല ബുക്കാണ്. സ്പീഡി സെർച്ച് ചെയ്താൽ കേട്ടോ, സ്പീഡി കറണ്ട് അഫയേഴ്സ്. പിന്നെ ഗ്രാമറിൻ്റെ പറഞ്ഞു. ബ്ലാക്ക് ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ജനറൽ അവേഴ്സിന് GKയുടെ ബുക്ക് പറഞ്ഞു. മാക്സിമം വേറെ ബുക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ പ്രീവിയസ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, വേറെ ഉള്ളത് എക്സാം പാറ്റേൺ പറഞ്ഞു. യെസ്, അപ്പോൾ കഴിഞ്ഞ വട്ടം സ്റ്റാറ്റിക് GK 9 ക്വസ്റ്റ്യൻ 25 9 ക്വസ്റ്റ്യനോളം സ്റ്റാറ്റിക് GK ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡാൻസ്, പിന്നെ ഗവൺമെൻറ് സ്കീം, ഫസ്റ്റ് യൂണിറ്റ് അങ്ങനത്തെ ഉള്ള എല്ലാം നിങ്ങൾ SSCക്ക് പഠിക്കുന്ന അത് തന്നെ. യെസ്, മോഡേൺ ഹിസ്റ്ററി, കറണ്ട് അഫയേഴ്സ് അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. റീസണിങ്ങിൻ്റെ ഞാൻ കുറച്ച് പറഞ്ഞത്, റീസണിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഡൗട്ട് ഉള്ളത് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിലൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ഞാൻ പറഞ്ഞു ആ CGLൻ്റെ MTSൻ്റെ 2024 നടന്ന അത്രയും ക്വസ്റ്റ്യൻസ് 5800ഓളം ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ എന്ത് ചെയ്യും MTSന് വേണ്ടി ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു ക്ലാസ്സും കൂടെ ഫോളോ ചെയ്യുക. ആ ക്ലാസ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിൻ്റെ കൂടെ നിങ്ങൾ പ്രാക്ടീസും പോവുക. യെസ്, ന്യൂസ് പേപ്പറോ ബുക്കോ റീഡ് ചെയ്യുക. യെസ്, അപ്പോൾ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഞാൻ പറയുന്നത് ഈ ഒരു ബാച്ച് കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് ഹെൽപ്പ് അതിൽ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ മോക്ക് ടെസ്റ്റ് അതിന് സെക്ഷനിലൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, മോക്ക് എങ്ങനെ ചെയ്യണമെന്നൊക്കെ നമ്മുടെ ചാനലിൽ മോക്ക് ടെസ്റ്റിൻ്റെ വീഡിയോ ഉണ്ട്. അതെല്ലാം ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷനകത്ത് എന്തുണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ബുക്കിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇത് മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇനി ആരും MTSനെ പറ്റി വീഡിയോ ഇല്ല, MTSന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ള കാര്യം പറയരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ വീഡിയോ ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യാം, ക്ലാസ്സുകളിൽ പോവാം. അപ്പോൾ നിങ്ങൾ ഇതിലുള്ള ക്ലാസ്സുകളെല്ലാം കാണുക. MTS മാത്രം പഠിക്കുന്നവർക്ക് മാത്സിൻ്റെ ഏകലവ്യ ബാച്ച് ഒന്നും കാണണമെന്ന് ഞാൻ പറയുന്നില്ല. അർജുന ബാച്ച് ഒന്നും കാണേണ്ട അവർ ആവശ്യമില്ല. ശരി, നിങ്ങൾ SSCയുടെ ബാക്കി എക്സാംസുകൾ അല്ലെങ്കിൽ റെയിൽവേയുടെ പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സിലും കാണുക. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് പറയാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. നമുക്ക് ക്ലാസ്സുകളിലൂടെ കാണാം. താങ്ക് യു.